ബ്രാൻഡഡ് പ്രൊഡക്റ്റാണ് നമ്മൾ WPCയിലും BBCയിലും ഉപയോഗിക്കുന്നത്. ബ്രാൻഡഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ 0.7 0.75 ഡെൻസിറ്റി മെറ്റീരിയൽ മാത്രം നമ്മൾ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ഏരിയയിലാണ് യൂസ് ചെയ്യുന്നത്? വെറ്റ് ഏരിയാസിൽ ഫുള്ള് WPC PVC ബോർഡും തന്നെയാണ്. WPC PVC പറയാൻ രണ്ട് കാരണമുണ്ട്. WPC ആകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, PVC ആകുമ്പോൾ കുറച്ച് റേറ്റ് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കുറയും. ഇതൊക്കെ മറൈൻ ബ്ലോഡിനേക്കാളും റേറ്റ് കൂടുതലുമാണ്. സോ നമ്മളെപ്പോഴും വെറ്റ് ഏരിയാസിൽ, ഉദാഹരണം പറഞ്ഞാൽ കിച്ചൺ, സിങ്കിനടിവശം, കിച്ചൺ ഏരിയ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പർ യൂണിറ്റ് മുഴുവൻ, ലോവർ യൂണിറ്റ് മുഴുവൻ നമുക്ക് ഇതിൽ ചെയ്യാം, കിച്ചൺ WPC ചെയ്യാം. എന്നിട്ട് ബോട്ടം ഏരിയ നമുക്ക് വേണം മറൈൻ ബ്ലോഡിൽ. കാര്യം ബോട്ടം ഏരിയയിൽ വെള്ളമൊന്നും വീഴുകയോ, ടോപ്പ് ഏരിയ ബോട്ടം ഏരിയ നമുക്ക് WPCയിലും, ടോപ്പ് ഏരിയ നമുക്ക് എന്തെങ്കിലും ചെയ്യാം മറൈൻ ബ്ലോഡിൽ ചെയ്യാം. വാനിറ്റി ഏരിയാസും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ താഴെയുള്ള ഏരിയാസ് ഒരിക്കലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, മറൈൻ ബ്ലോഡിൽ ചെയ്യാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വെള്ളം വീഴാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്, സാധ്യത കൂടുതലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയും ചെയ്യുന്നത് WPC അല്ലെ PVC ബോർഡായിരിക്കും. ഈ ബാത്റൂം കബോർഡ്സ് വേണമെങ്കിൽ ആ ഏരിയ, ബാത്റൂം കബോർഡ്സ് ഈ പറഞ്ഞ പോലെ വാനിറ്റി ഏരിയ ഉൾപ്പെടുന്ന ആ ഏരിയ മുഴുവൻ നമുക്ക് WPC അല്ലെ PVC ബോർഡിൽ പോകാം. അല്ലാത്ത മുഴുവൻ വാർഡ്രോബ്, അതുപോലെ ബാക്കിയുള്ള ഏരിയാസ്, വാർഡ്രോബിനോട് അനുബന്ധപ്പെടുന്ന നമ്മുടെ വർക്ക് ഏരിയാസ്, ഡ്രോയിങ്, അങ്ങനെയുള്ള ഏരിയാസിൽ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, മറൈൻ ബ്ലോഡിൽ തന്നെ വർക്ക് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. നമുക്ക് അതെ, ഹാർഡ്വെയർ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 304-ൻ്റെ ഹാർഡ്വെയർ ആണ്. അതും കസ്റ്റമർ ചോയ്സ് നമുക്ക് കൊടുക്കാം. ഈവൻ ഹാഫ്ലേ പോലുള്ള, ഹെറ്റിച്ച് പോലുള്ള, ഇനി അതല്ല നമുക്ക് എപ്കോ പോലുള്ള കുറച്ച് ബഡ്ജറ്റ് റിലയബിൾ ബ്രാൻഡാണ്, ബഡ്ജറ്റ് കുറവാണ്. കാര്യം ഇപ്പോൾ ആൾക്കാരുടെ ഒരു അറിവിലേക്കായിട്ട് പറയാം, ഹിഞ്ചസ് ഒരു ഹിഞ്ചിൻ്റെ വില നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ 150 രൂപ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹിഞ്ചസ് 304 സ്റ്റാർട്ട് ചെയ്യുന്നു. 302-ലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് തുരുമ്പെടുക്കുന്ന, അതായത് കുഴുത്തുരുമ്പ് പോലുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് അതിലോട്ട് പോകാതെ 150 രൂപ ആയിട്ട് വരും. പക്ഷേ ഈ ഹിഞ്ചസ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് 1-ലും 10-ലും 50-ലും ഒന്നും ഒതുങ്ങത്തില്ല. നല്ല നമ്പേഴ്സ് ഭയങ്കരമാണ്.